ആലിൻ ഷെറീൻ എബ്രഹാം. ഒരുപക്ഷെ ഈ പേര് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് മലയാളക്കാരെ മുഴുവനായിട്ട് ചർച്ച ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ പേരാണ് ആലിൻ ഷെറിൻ എബ്രഹാം. കേരളത്തിലെ അവയവദാതാവിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന ഒരു ബഹുമതി ലഭിച്ചിട്ടുള്ള ഒരു കുഞ്ഞു തന്നെയാണ്. തീർച്ചയായിട്ടും അതൊരു ബഹുമതിയായിട്ട് നിലനിൽക്കുമ്പോൾ ജീവനെ എടുക്കുന്ന, പ്രാണനെ എടുക്കുന്ന വേദനയോടുകൂടിയാണ് തൻ്റെ അപ്പനും അമ്മയും ഈ ഒരു ബഹുമതിക്ക് തങ്ങളെ മകളെ അർഹയാക്കിയിട്ടുള്ളത്. അങ്ങനെ കൊല്ലുന്ന വിധത്തിൽ വേദനയോടുകൂടി ഈ ഒരു സമ്മതം നടത്തുമ്പോഴും തങ്ങളുടെ മകള് മറ്റൊരുവരിലൂടെ, മറ്റാളുകളിലൂടെ ജീവിക്കുമെന്നുള്ള ആത്മസംതൃപ്തിയിലാണ് ഇപ്പോൾ ആ പ്രിയപ്പെട്ടവർ ആയിരിക്കുന്നത്. ഒരു കണക്കിന് ചിന്തിക്കുകയാണെങ്കിൽ ബാല്യത്തിൻ്റെ നിർമ്മലത മനസ്സിലാക്കാതെ, അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹലാളനങ്ങൾ മനസ്സിലാക്കാതെ, ഈ ലോകത്തിലേക്ക് ജനിക്കുന്നതും എവിടെയാണ് ജനിച്ചതെന്ന് മനസ്സിലാക്കാതെ, ആരുടെ കൂടെയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ, യാതൊരു ബോധവുമില്ലാതെ ഈ ലോകത്തിൽ നിന്ന് ഈ കുഞ്ഞ് മാറിപ്പോകുമ്പോൾ യഥാർത്ഥമായ ദൈവിക സൃഷ്ടിയുടെ മാതൃകയാണ് കാണിച്ചു നൽകിയിട്ട് പോകുന്നത്. ഭൂമിയിൽ ദൈവം മനുഷ്യരെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്നുള്ളതിൻ്റെ യഥാർത്ഥ മാതൃക കാണിച്ചു നൽകിയിട്ടാണ് ഈ കുഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. തൻ്റെ ജീവനിലൂടെ മറ്റൊരുവൻ്റെ സന്തോഷമാണ് കാണിച്ചു നൽകുന്നത്. താൻ മുഖാന്തരം മറ്റൊരാൾക്ക് പ്രാണൻ നൽകുന്ന ഒരു മാതൃകയാണ് കാണിച്ചു നൽകുന്നത്. തന്നിലൂടെ മറ്റുള്ളവൻ്റെ സംതൃപ്തിയാണ് കാണിച്ചു നൽകുന്നത്. ഇതുതന്നെയാണ് ഓരോ ദൈവസൃഷ്ടിയുടെയും വലിയ ദൗത്യവും ജീവിത ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും ദൈവസൃഷ്ടിയായിട്ട് ഇന്നിവിടെ ആയിരിക്കുമ്പോൾ എത്രമാത്രമാണ് നമ്മളിലൂടെ മറ്റുള്ളവർക്ക്, നാം മുഖാന്തരം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആശ്വാസമാകുവാൻ സാധിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധമായിട്ടുള്ള വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഈ ഒരു ദൗത്യത്തെക്കുറിച്ചുള്ള ബോധമാണ് നമ്മളെ ഭരിക്കേണ്ടത്. ഞാൻ മുഖാന്തരം, എന്നിലൂടെ, ഞാൻ കാരണം ഒരാൾക്കുണ്ടാകുന്ന സന്തോഷമാണ് പരിശുദ്ധ നോമ്പിൻ്റെ വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. പരിശുദ്ധമായ നോമ്പിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച നമ്മളായിരിക്കുമ്പോൾ വായിച്ചു കേട്ട വേദഭാഗം ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗമാണ്. ഹോളി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സസ് 1 to 11. വളരെ സുപരിചിതമായിട്ടുള്ള വേദഭാഗമാണെങ്കിലും ആലിൻ ഷെറിൻ എബ്രഹാം എന്ന് പറയുന്ന ആ പെൺകുഞ്ഞ് തനിക്ക് അറിവില്ലാത്ത കാര്യത്തിലൂടെ ദൈവസൃഷ്ടിയുടെ ദൗത്യം പൂർത്തീകരിച്ചത് തന്നെയാണ് ഇവിടെയും കാണിച്ചു നൽകുന്നത്. ദൈവമാതാവിൻ്റെ പ്രവൃത്തിയിലൂടെ, ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഈ വേദഭാഗവും നമുക്ക് വരച്ചു തരുന്നത്. 2 ചെറിയ ചിന്തകൾ മാത്രം പങ്കുവയ്ക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഒന്നാമതായിട്ട്, ഈ വേദഭാഗം പഠിക്കുമ്പോൾ പ്രാണനെ നൽകി പ്രാണനെ നേടുന്ന യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പ്രതീകമാണ് ഈ കല്യാണ വിരുന്ന് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സ്വന്തം പ്രാണനെ നൽകി അനേകം പ്രാണനെ നേടുന്ന യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ഒരു വിരുന്നിനെ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അവൻ ഗലീലയുടെ തീരത്തൂടെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച് എല്ലാവർക്കും പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജാതികൾ അവൻ്റെ പിന്നാലെ വരുന്നു, ഒരുപാട് ആളുകൾ അവനെ അനുഗമിക്കുന്നു, ഒരുപാട് ആളുകൾ അവൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി തടിച്ചുകൂടുന്നുണ്ട്. എന്നാൽ ഈ തടിച്ചുകൂടിയതിൻ്റെ 3-ാം നാളിലാണ് ആ ഗലീലയിൽ കാനാവിൽ ഒരു കല്യാണം നടക്കുന്നത്. ഈ 3-ാം നാൾ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ഒരു ധ്വനി നൽകുന്ന ഒരു വചനം തന്നെയാണ്. അവൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്ന വലിയൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഈ കാനാവിലെ കല്യാണത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. കാൽവരിയിലെ ക്രൂശിൽ അവൻ മരണപ്പെട്ടപ്പോൾ, സ്വന്തം പ്രാണനെ വിട്ടപ്പോൾ അനേകം പ്രാണനെ നേടുകയും 3-ാം നാൾ ഉയർത്തെഴുതുകയും ചെയ്ത അതേ അനുഭവം തന്നെയാണ് ഇവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നത്. തൻ്റെ ദൗത്യമാകുന്ന പ്രഘോഷണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വലിയ വചനം, ദൈവരാജ്യത്തിൻ്റെ വലിയ ഉള്ളടക്കം കൂടെയൊക്കെ അറിയിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ 3-ാം നാള് ഈ കല്യാണ വിരുന്ന് നടക്കുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. പഴയ നിയമകാലം പരിശോധിക്കുമ്പോൾ വിവാഹം, കല്യാണം എന്നൊക്കെ പറയുമ്പോൾ യഹോവയാം ദൈവവും ഇസ്രായേൽ ജനതയും തമ്മിലുള്ള ഒരു സംയോജിപ്പിനെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ക്രിസ്തു തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവിടെ നടക്കുന്ന വിവാഹ വിരുന്ന് എന്ന് പറയുന്നത് യഹോവയാം ദൈവവും സഭയാകുന്ന മണവാട്ടിയും തമ്മിലുള്ള ഒരു സംയോജിപ്പിനെയാണ് കാണിക്കുന്നത്. മാത്രമല്ല, ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം പ്രാണനെ വിട്ട് അനേകം പ്രാണനെ നേടുന്ന ഉയർപ്പിൻ്റെ പ്രതീകം കൂടിയാണ് ഈ കാനാവിലെ കല്യാണ വീടെന്ന് പറയുന്നത്. തൻ്റെ പ്രാണനെ വിട്ടുകൊണ്ട് അനേകമാരെ നേരുന്നുണ്ടെങ്കിൽ ആ ഒരു ദൗത്യമാണ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അർത്ഥവത്തായിട്ടുള്ള കാര്യമായിട്ട് മാറ്റേണ്ടത്. കന്യകമറിയാമിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോഴും അവൾക്കും യേശുക്രിസ്തുവിനും അവിടെ കൂടി വന്നിരിക്കുന്നവർക്കും യാതൊരു കാര്യവുമില്ലാത്ത ഒരു ആവശ്യമാണ് കന്യകമറിയാം പറയുന്നത്.
അവർക്ക് വീഞ്ഞ് മതിയാകാതെ വരുന്നുണ്ട്, നീ വേണ്ടത് ചെയ്യണമെന്ന് ഒരു അമ്മയുടെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് പറയുമ്പോൾ താൻ മുഖാന്തരം അവരുടെ കൂടെയുള്ളവർക്ക് സന്തോഷം നൽകുവാൻ വേണ്ടിയാണ് കന്യകമറിയാമൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ അപേക്ഷ മുഖാന്തരം, തൻ്റെ മകനോടുള്ള അപേക്ഷ മുഖാന്തരം അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് യാതൊരു മാനഹാനി വരാത്ത രീതിയിൽ, യാതൊരു നാണക്കേടും വരാത്ത രീതിയിൽ യേശു ക്രിസ്തുവിനോട് അപേക്ഷിക്കുന്ന ഒരു അനുഭവമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓർമ്മിപ്പിച്ചത്, ഈ നോമ്പുകാലം എന്ന് പറയുന്നത് ഞാൻ കാരണം, ഞാൻ മുഖാന്തരം ഒരാൾക്ക് ഒരു നന്മ ഉണ്ടാകുക എന്നുള്ളതാണ് വലിയ അടിസ്ഥാനമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ആഴ്ചയിലെ ആദ്യത്തെ ചിന്ത നമുക്ക് സമ്മാനിക്കുന്നത്, ഈ വിരുന്ന് എന്ന് പറയുന്നത് പ്രാണനെ നൽകി അനേകം പ്രാണനെ നേടിയ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പ്രതീകമായിട്ടാണ് ഈ വിരുന്നിനെ ക്രമീകരിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ ചിന്തിക്കേണ്ടതായ വസ്തുത, ദൈവത്തിന് ആവശ്യമുള്ളപ്പോൾ കൽപാത്രങ്ങളായിട്ടെങ്കിലും നമ്മൾ മാറണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ദൈവത്തിന് ആവശ്യമുള്ളപ്പോൾ കൽപാത്രങ്ങളായിട്ടെങ്കിലും നമ്മൾ മാറണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഈ ഒരു വേദഭാഗം പരിശോധിക്കുമ്പോൾ മാതാവ് വന്ന് ക്രിസ്തുവിനോട് അപേക്ഷിക്കുന്നു, ശിഷ്യന്മാരെ സജ്ജമാക്കി വെക്കുന്നു, ഇവൻ എന്ത് പറഞ്ഞാലും അത് ചെയ്യുവാൻ നിങ്ങൾ റെഡിയായിട്ട് നിന്നോണമെന്ന് ശിഷ്യന്മാരെ സജ്ജനാക്കി വെക്കുന്നു. അതേപോലെ തന്നെ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ കൽപാത്രങ്ങളിൽ വക്കോളം വെള്ളം നിറയ്ക്കുവാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ ആ കൽപാത്രങ്ങൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ആ കൽപാത്രങ്ങൾ അവിടെ ലഭ്യമല്ലാത്തൊരു സാഹചര്യമായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചേനെ. പക്ഷേ ആ കൽപാത്രങ്ങൾ അവിടെ ഉണ്ടായതുകൊണ്ട്, ആ കൽപാത്രങ്ങൾ അവിടെ ആവശ്യത്തിന് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള ഒരു ഉപകരണമായിട്ട് അത് മാറിത്തീരുന്നത്. അങ്ങനെ ദൈവത്തിന് ആവശ്യമുള്ളപ്പോൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് കൽപാത്രങ്ങളായി തീരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള നിർജീവമായിട്ടുള്ള നിർഗുണമായിട്ടുള്ള വെള്ളം വീര്യമുള്ള വീഞ്ഞായിട്ട് മാറുന്നത്. എന്നെയും നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഈ ഭൂമിയിലേക്ക് നമ്മളെ അയക്കുമ്പോൾ അവൻ നമുക്ക് നൽകിയിട്ടുള്ള ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ നമ്മളെ വിളിക്കുമ്പോൾ, നമ്മളെ കൊണ്ട് അവൻ ആവശ്യമുള്ളപ്പോൾ ആവശ്യമായ സ്ഥലത്ത് അവന് വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോഴാണ് അകത്ത് നിർഗുണമായി കിടക്കുന്നത് വീര്യമുള്ളതാക്കി തീർക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, 2 ചെറിയ ചിന്തകൾ മാത്രമാണ് ഇന്നത്തെ ദിവസം പങ്കുവെച്ചത്. പരിശുദ്ധ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, പരിശുദ്ധമായ നോമ്പിനെ നമ്മൾ സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറാകുമ്പോൾ, ഉള്ളിലുള്ള നിർഗുണമായതിനെ മാറ്റിത്തരുവാൻ വേണ്ടി വീര്യമുള്ളതിനെ നിറയ്ക്കുവാൻ തക്കവണ്ണം കൽപാത്രങ്ങളായിട്ടെങ്കിലും നമ്മൾ മാറിത്തീരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ ദൈവസൃഷ്ടിയുടെയും ദൗത്യം എന്ന് പറയുന്നത് നമ്മൾ മുഖാന്തരം, ഞാൻ മുഖാന്തരം എന്നിലൂടെ ഒരാൾക്കൊരു പുതിയ ജീവൻ, എന്നിലൂടെ ഒരാൾക്ക് ഒരു നന്മ, എന്നിലൂടെ ഒരാൾക്കൊരു സന്തോഷം ലഭിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ട് ചിന്ത തന്നെയാണ്. ആ ചിന്തയിലൂടെ ഈ ഒരു നോമ്പുകാലം ആയിത്തീരുവാനും, പ്രാണനെ നൽകി പ്രാണനെ നേടിയ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ വിവരിക്കുന്ന ഈ കല്യാണ വിരുന്നും അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ വീര്യത്തെ നിറയ്ക്കുവാൻ തക്ക വിധത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിന് നിറയ്ക്കുവാൻ തക്ക വിധത്തിൽ കൽപാത്രങ്ങളായിട്ട് തീരുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.